ഈ 20 വർഷമായിട്ട് ബാക്ക് പെയിൻ അനുഭവിക്കുന്ന പേഷ്യന്റ് നമ്മളടുത്ത് വെറും 14 ദിവസം ട്രീറ്റ്മെന്റ് എടുത്തിട്ടുള്ളൂ. റോബോട്ടിക് സ്പൈനൽ ഡീകംപ്രഷൻ പോലുള്ള അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എല്ലാ ട്രീറ്റ്മെന്റും എടുത്തിട്ടും എന്തുകൊണ്ട് എന്റെ ബാക്ക് പെയിൻ മാറിയില്ല എന്ന് ചോദിച്ചിട്ടാണ് ഈ പേഷ്യന്റ് വന്നത്. മൂപ്പര് ചെയ്യാത്ത ഒരു ട്രീറ്റ്മെന്റും ഇല്ല. ഈ പേഷ്യന്റിനോട് ഞാൻ ചോദിച്ചു, ഇത്രയും കാലം എന്തൊക്കെയാണ് ട്രീറ്റ്മെന്റ് ചെയ്തത്? ഇപ്പൊ പറഞ്ഞ ഡീകംപ്രഷൻ ചെയ്ത് ഈ കാര്യങ്ങൾ ചെയ്ത്, അപ്പൊ എന്തൊക്കെ എക്സസൈസ് ആണെന്ന് ചോദിച്ചപ്പോൾ ഈ 20 years ആയിട്ട് മൂപ്പര് സ്ട്രെച്ചിങ് മാത്രം ചെയ്തിട്ടുള്ളൂ. മൂപ്പര് ഇതേവരെ എല്ലാ സ്ട്രെച്ചിങ് എക്സസൈസുകളും മാത്രം ചെയ്തിട്ടുള്ളൂ. അപ്പൊ ഞാൻ ചോദിച്ചാൽ എന്താണ് ഇത്ര കാലമായിട്ട് നിങ്ങൾ സ്ട്രെച്ചിങ് മാത്രം ചെയ്തത്? എന്താണ് ഇത്ര കാലമായിട്ട് എനിക്ക് ഇത് മാത്രമേ പറഞ്ഞു തന്നിട്ടുള്ളൂ. അപ്പോൾ ഒരിക്കലും എന്തെയില്ല, ഒരു സ്ട്രെച്ചിങ് നമ്മളെ മസിലിനെ ബലപ്പെടുത്തില്ല. സ്ട്രെച്ചിങ് എക്സസൈസ്, ഒരു സ്ട്രെച്ചിങ് എക്സസൈസ് നമ്മൾ എന്ത് ചെയ്യുള്ളൂ, നമുക്ക് ആ ടൈറ്റുള്ള മസിൽസിനെ നമുക്കൊരു കുറച്ച് സമയത്തേക്ക് അല്ലെങ്കിൽ കുറച്ച് കാലത്തേക്ക് നമുക്കൊന്ന് റിലാക്സ് ചെയ്ത് കിട്ടും. അത്ര ചെയ്യുള്ളൂ. ടൈറ്റ് ആയ മസിൽ എന്ന് പറഞ്ഞാൽ വീക്കായ മസിൽ എന്നാണ്. അപ്പം അതിനെ സ്ട്രെങ്ത് ചെയ്യാണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. ഈ 14 ദിവസം നമ്മൾ കാര്യമായിട്ട് റോബോട്ടിക് ഡീകംപ്രഷനോ അങ്ങനത്തെ ഒന്നും ചെയ്തിട്ടില്ല. സ്ട്രെങ്തനിങ് എക്സസൈസ് മാത്രം കൊടുത്തിട്ടുള്ളൂ. ടൈറ്റ് ആയ മസിൽസിനെ റിലീസ് ചെയ്യാൻ ടെക്കാറും കൊടുത്തു. ഇത്രേ ചെയ്തിട്ടുള്ളൂ. 14 days പേഷ്യന്റ് അത്യാവശ്യം നല്ല റിസൾട്ട് കിട്ടി.